ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി സംഖ്യാപുസ്തകം 13-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. സംഖ്യ 13-ന്റെ 25 മുതൽ 30 വരെ. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കി കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോൻ്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം എങ്ങനെയുള്ളത് എന്ന് കാണാൻ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ അയച്ച് അവർ വന്ന് മോശയുടെയും അഹരോൻ്റെയും സർവ്വസഭയുടെയും മുൻപാകെ പറയുന്ന റിപ്പോർട്ടാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ ബാക്കി എന്ന വണ്ണം ആ ചിന്ത നമ്മൾ തുടരുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സത്യമാണ് എന്ന് ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം. അബ്രഹാമിനോട് മെസൊപ്പൊത്താമിയയിൽ വെച്ച് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. അനേക വർഷങ്ങൾ കഴിഞ്ഞ് ദൈവജനം കയറി ചെന്നപ്പോഴും ദേശം അങ്ങനെ തന്നെയായിരുന്നു. ഒരു മുന്തിരി കുല ചുമക്കുവാൻ 2 പേർ വേണ്ടി വന്നു. അത്രമാത്രം സമ്പൽ സമൃദ്ധിയുള്ള ദേശമായിരുന്നു അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത്. ദൈവം പറയുന്നത് എപ്പോഴും സത്യമാണ്. ഉവ്വ് ഉവ്വ്, അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് തന്നെയാണ്. പാട്ടുകാരൻ പാടി, എത്ര വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് താൻ, അതിലൊരു വള്ളി ഇല്ലാതാകുമോ? ഒരിക്കലും ഇല്ല. ദൈവം നമുക്ക് തിരുവചനത്തിൽ തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും സത്യമാണ്. 2, ദൈവിക വാഗ്ദത്ത പ്രാപ്തിയിൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ട്. കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തതിനെ പ്രാപിക്കുമ്പോഴും പ്രതിസന്ധി ഇല്ലാതെ ഇരിക്കയില്ല എന്നതാണ് സത്യം. പ്രതിസന്ധി ഇല്ലാത്ത അവകാശങ്ങളൊന്നുമില്ല. നമുക്കത് ഇഷ്ടമല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് ഈ ഭൂമിയിൽ പ്രതിഫലം 100 മടങ്ങ് ലഭിക്കുമെന്നാണ് വാഗ്ദാനം. എന്നാൽ അതിനോട് ചേർത്ത് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അനേകം കഷ്ടങ്ങളോട് കൂടെ 100 മടങ്ങ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ വിശ്വാസത്താൽ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതുണ്ട്. 3, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വാഗ്ദത്തം അവകാശമാകുന്നുള്ളൂ. സമർത്ഥന്മാരോ ദേശത്തിലെ പ്രമാണികളോ അല്ല ഇത് അവകാശമാക്കുന്നത്. അന്നും ഇന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം ആരെങ്കിലും വാങ്ങി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധുക്കളായ വിശ്വാസികളാണ്.
പരമാർത്ഥതയോടെ ദൈവത്തെ വിശ്വസിച്ചിട്ടുള്ളവരെല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്നും അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. പരീശന്മാർക്ക് അവരുടെ ഭക്തിയാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സാധാരണക്കാരായ ചുങ്കക്കാർക്കും പാപികൾക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊട്ടറിയാൻ കഴിഞ്ഞു. കാരണം അവർ കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിച്ചു. മറ്റൊരു ചിന്ത, വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ദൈവം നമുക്കൊരു കാര്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, എന്നാൽ ഒരു പക്ഷെങ്കിൽ അത് നഷ്ടപ്പെടാം. കാദേസ് ബർണ എന്ന് പറയുന്നത് കനാന്റെ അതിരാണ്. ഇസ്രായേൽ ജനത്തിൽ ഭൂരിഭാഗവും അവിടെ വരെ വന്നു, എങ്കിലും കനാനിൽ കയറിയില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏകദേശം ലഭിച്ചു എന്ന് തോന്നുന്ന സന്ദർഭത്തിലും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇസ്കരിയാത്ത യൂദ ക്രൂശോളം വന്നു, അവിടെ വരെ യാത്ര ചെയ്തു, എന്നാൽ അനുഗ്രഹം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കും എന്നുള്ള അനുഭവം വരെ എത്തിയാലും അത് നഷ്ടപ്പെടുത്തി കളയാനുള്ള സാധ്യതയുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമായിരിക്കും. ഏത് കാലത്തുമുള്ള വിശ്വാസികളുടെ ചില പ്രത്യേക സ്വഭാവങ്ങൾ ഇതുമായി ചേർത്ത് നിർത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്ന്, അനുഗ്രഹം വേണം, എന്നാൽ അതിനകത്തുള്ള കഷ്ടതകൾ വേണ്ട. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രതിസന്ധികൾ കൂടാതെ അല്ല എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇന്നത്തെ വിശ്വാസിക്കും അന്നത്തെ വിശ്വാസിക്കും അനുഗ്രഹം വേണം, പ്രതിസന്ധികൾ വേണ്ട. അത് തരണം ചെയ്യാനുള്ള ശ്രമവും ഇല്ല. 10 ആളുകൾ വന്നു പറഞ്ഞത് ഭൂമി അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട നാട് കനാൻ ദേശം ഫലസമൃദ്ധമാണ്, പാലും തേനും ഒഴുകുന്നതാണ്. എന്നാൽ അവിടെ അനാക്യരെ കണ്ടു, മല്ലന്മാരെ കണ്ടു. അതുകൊണ്ട് യബൂസ്യരും ഹിത്യരുമൊക്കെ പാർക്കുന്ന ദേശമാണ്, നമുക്കത് വിഷമകരമാണ് എന്ന റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, സാധാരണ ജീവിതം കൊണ്ട് തൃപ്തരാണ്. മന്ന ഉണ്ടെങ്കിൽ അത് മാത്രം പെറുക്കി കഴിക്കാം എന്നൊരു ചിന്തയാണ്. വെള്ളം പാറയിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് മതി, പാലും തേനും വേണ്ട, സമൃദ്ധിയായ ജീവൻ വേണ്ട. ഇങ്ങനെയൊക്കെ അങ്ങ് അക്കരെ എത്തിയാൽ മതി. ഈ സ്വയം തൃപ്തിയുടെ ആത്മാവാണ് ദൈവകൃപ പകരപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. എന്നാൽ ആഗ്രഹം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? നമുക്ക് ആരാധനയ്ക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, അല്പമൊക്കെ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്, അത് മതി. എന്നാൽ സമൃദ്ധമായ ക്രിസ്തീയ ജീവിതം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ട എന്ന ഒരു നിലപാടിലാണ് സാധാരണ ജീവിതം കൊണ്ടൊക്കെ നമ്മൾ അങ്ങ് തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടുന്നു. 3, ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു വലിയ പ്രവണത. ദൈവാനുഗ്രഹം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ധാരണ എന്താണ് എന്ന് വിശകലനം ചെയ്യുമ്പോൾ എവിടെ ആൾ കൂടുന്നോ അവിടെ ദൈവാനുഗ്രഹം ഉണ്ട് എന്നതാണ് ചിന്ത. ആൾ കൂടുന്നിടത്ത് അനുഗ്രഹമില്ലെന്നല്ല, ദൈവാനുഗ്രഹമുള്ള ഇടത്ത് ആൾ കൂടുമെന്നതും ശരിയാണ്. എന്നാൽ എപ്പോഴും ആൾ കൂടുന്നിടത്ത് അനുഗ്രഹം ഉണ്ടെന്ന് ചിന്തിക്കുകയും അരുതാ, നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് തീരെ താല്പര്യമില്ല എന്നതാണ് ഈ 10 ആളുകൾ പറയുന്ന റിപ്പോർട്ടിൻ്റെ ഒരു അടിസ്ഥാനം. 4-മത്തെ ഒരു ചിന്ത, ഞാൻ എന്തിന് അല്ലെങ്കിൽ ദൈവത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ താല്പര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. ദേശം ഒറ്റുനോക്കുവാൻ പോയവർ പറഞ്ഞത് നമുക്ക് ഈ മല്ലന്മാരെ ജയിക്കാൻ കഴിയില്ല എന്നാണ്. എന്നാൽ തങ്ങളുടെ ദൈവത്തിന് അവരെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്. പലപ്പോഴും അതുപോലെ തന്നെയാണ് നമ്മളും. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് ചിന്ത.
എന്നെക്കൊണ്ട് ആ ഒരു കാര്യത്തിന് കൊള്ളില്ല, അല്ലെങ്കിൽ ഞങ്ങൾ എത്ര പരിശ്രമിച്ചാലും അത് നടക്കില്ല, അങ്ങനെയൊക്കെ മാനുഷികമായ ബലത്തെ കണ്ട് നിരാശരായി പോകാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ ജീവിതം നമ്മെക്കൊണ്ട് തനിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നമ്മുടെ ഭവനത്തിലെ പ്രശ്നം നമ്മളെക്കൊണ്ട് തനിയെ കൈകാര്യം ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയില്ല എന്ന് വരും. നമ്മുടെ സഭയിലെയോ സമൂഹത്തിലെയോ ബിസിനസ്സിലെയോ പ്രശ്നം നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എങ്കിലും പലപ്പോഴും നമ്മൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. തടസ്സങ്ങളില്ലാതെ അനുഗ്രഹങ്ങളില്ല. എന്നാൽ തടസ്സങ്ങളെ അതിജീവിക്കാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിൽ പ്രസിദ്ധരായ എല്ലാവരും പ്രതിസന്ധികളിലൂടെയാണ് ചിരപ്രതിഷ്ഠ നേടിയത്. ഗോലിയാത്തിനെ ദാവീദ് എതിരിട്ടില്ലായിരുന്നു എങ്കിൽ ദാവീദ് ചരിത്രത്തിലുണ്ടാകും എന്ന് കരുതേണ്ടതില്ല. സിംഹക്കുഴിയിലേക്ക് പോകാൻ ദാനിയേല് മനസ്സ് കാണിച്ചില്ലായിരുന്നുവെങ്കിലോ? പൗലോസ് അപ്പോസ്തലൻ ജെറുസലേമിലെ കൂട്ടായ്മയിൽ ഒതുങ്ങി അവിടെ തന്നെ പാർത്തിരുന്നുവെങ്കിൽ പൗലോസ് ഇത്രയും പ്രസിദ്ധനാകില്ലായിരുന്നു. തോമസ് അപ്പോസ്തലൻ പാലസ്തീൻ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. മിഷണറിമാർ വില്യം കേരി ഇംഗ്ലണ്ട് വിടാതെ ഇവിടെ വരാതിരുന്നിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇത്രമാത്രം വലിയൊരു മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. ഡോക്ടർ ഐഡാസ് കഡർ അമേരിക്കയിൽ തന്നെ പാർത്തിരുന്നെങ്കിൽ വെല്ലൂരിൽ നമുക്ക് ഒരു ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രതിസന്ധികളെ കണ്ട് അതിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പ്രതിസന്ധികളെ മറികടക്കാൻ ദൈവം നമ്മോടുകൂടെയുണ്ട്. ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യും എന്ന ഉത്തമമായ വിശ്വാസം നമുക്ക് അനിവാര്യമാണ്. പ്രതിസന്ധികളില്ലാതെ വാഗ്ദത്തം പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വാഗ്ദത്തം പ്രാപിക്കാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് യാചിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളുടെ മതിലുകൾ കണ്ട് ഭയന്ന് പിന്മാറാതെ നിരാശരാകാതെ ധൈര്യസമേതം അതിനെ മറികടക്കാനുള്ള ബലം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പുതിയൊരു ദിവസം ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിപരീതമായി നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് തരണം ചെയ്യുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടും ആത്മധൈര്യത്തോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ കൃപ കൂടെയിരിക്കണമേ. അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് വ്യത്യസ്തമായ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും ദൈവസന്നിധിയിലായിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും വഴികളെ തുറന്ന് ആഗ്രഹങ്ങളെ നിവർത്തിക്കുകയും ചെയ്യണമേ. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞ പുതുവർഷം ദൈവകൃപയാൽ ദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവായ യേശു മശീഹായുടെ കരുണയും കൃപയും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.